നോർസെറ്റ് 10 എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം ഒരു 1,00,000-ലധികം ശമ്പളം നമുക്ക് കയ്യിൽ മേടിക്കാനായിട്ട് കഴിയും കൂടാതെ 2026 സോ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വരാൻ പോകുന്ന നോർസെറ്റ് 10 എക്സാമിന്, അതായത് എയിംസ് നോർസെറ്റ് 10 എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നോർസെറ്റ് 9 എക്സാം കഴിഞ്ഞു, നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ അതിൽ സെലക്ഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ചോയ്സ് ഫില്ലിംഗ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് കുട്ടികൾക്കൊന്നും സെലക്ഷൻസ് കിട്ടിയിട്ടില്ല. സോ അവരോടും കൂടിയുള്ള ഒരു മെസ്സേജ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ഡിറ്റർമിനേഷനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ വരുന്ന നോർസെറ്റ് 10 എക്സാം ഒരു ഫ്ലൈയിങ് കളേഴ്സിൽ നമുക്ക് പാസ് ആകാനായിട്ട് കഴിയും കേട്ടോ. അപ്പം അത് എങ്ങനെ, അതായത് ഈ ഒരു നോർസെറ്റ് 10 എക്സാം നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിന്റെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നോർസെറ്റ് 10 എക്സാം നടക്കുക എപ്പോഴാണ്? ഈ വരുന്ന 2026 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് അതിന്റെ പ്രിലിമിനറി എക്സാം നടത്തപ്പെടുക. അപ്പോൾ ഹാർഡ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 5-5.5 മാസം നമ്മുടെ കയ്യിലുണ്ട് എക്സാമിന് വേണ്ടി അല്ലേ. അതായത് ആ 5-5.5 മാസത്തോളം നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് 2026 ഏപ്രിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ സെലക്ഷനും പോസ്റ്റിംഗും ഒക്കെ ആകും കേട്ടോ. ആ സമയത്ത് ഒരു 1,00,000-ലധികം ശമ്പളം നമുക്ക് കയ്യിൽ മേടിക്കാനായിട്ട് കഴിയും. കൂടാതെ 2026 പുതിയ പേ റിവിഷൻ കൂടെ വരുന്നുണ്ട് കേട്ടോ. CPC സെൻട്രൽ പേ കമ്മീഷൻ 8ന്റെ റിവിഷൻ കൂടെ വരുന്നുണ്ട്. സോ അതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1.25 ലക്ഷം അല്ലെങ്കിൽ നിയർലി ഒരു 1.3 lakhs ഒക്കെ കയ്യിൽ മേടിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. ഈ നോർസെറ്റ് എക്സാമിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള എക്സാം പോലെയല്ല. ഈ നോർസെറ്റ് ഈ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. കാരണം ഒരു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർഡ്ലി ഒരു 1 month മാത്രമേ നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. സോ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം ഈ ഒരു എക്സാം ഒരു ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല എക്സാം എഴുതുന്നത്, ഓൾ ഓവർ ഇന്ത്യ ഉള്ള നമ്മുടെ കാൻഡിഡേറ്റ്സ് ഒക്കെ എഴുതുന്നുണ്ടാവും. സോ അവരുടെയൊക്കെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓർക്കുക കേട്ടോ. അവരുടെയൊക്കെ പ്രിപ്പറേഷൻസ് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മുന്നേക്ക് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. എനിക്കറിയാം, ഞാനൊക്കെ എയിംസിൽ പഠിപ്പിക്കുമ്പോൾ ഒരു 3rd year ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ പിള്ളേർ പിന്നെ ഈ ഒരു നോർസെറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു 1 year അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടാവും. സോ ഞാൻ പറയാം, അവരുമായിട്ട് നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. കാരണം അവരുടെ കോഴ്സിന്റെ കൂടെയാണ് പഠിച്ചു പോവുക. ഞാൻ ഈ പറയുന്നത് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോടാണ്. അവർക്ക് വേറെ കോളേജിൽ അസൈൻമെന്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസം ആണെങ്കിലും വളരെ നന്നായിട്ട് ചിട്ടയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പം ഈ കാണുന്നത് പോലെ ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് ഹാപ്പൻ, യു ക്രിയേറ്റ് ദം അല്ലെ. അതായത് നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വെറുതെ ഒന്നും ഉണ്ടായി വരില്ല. നമ്മൾ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നോക്കിയാൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. അതിനെക്കുറിച്ചാണ് പറയുക. ഒന്ന് കൺസിസ്റ്റന്റ്, അതായത് കൺസിസ്റ്റൻസിക്ക് മുന്നേ എനിക്ക് പറയാനായിട്ടുള്ള കാര്യമാണ് ഈ 5ാമത്തെ പോയിന്റ്. നോക്കിയാൽ അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് എനിക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് കേട്ടോ. പഠിക്കണം, ജോലി വേണം, കാരണം കയ്യിൽ കാശില്ല, വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ്, പഠിച്ചിറങ്ങിയിട്ട് കുറെ നാളായി, അപ്പൊ ഇതിനൊരു ജോലി വേണം, അതൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷേ ഈ ആഗ്രഹവും വെച്ചിട്ട് നമുക്ക് വീട്ടിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും നമ്മുടെ കയ്യിലേക്ക് ജോലി കൊണ്ടുവരുന്നില്ല, സാലറി കൊണ്ടുവരുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഈ എല്ലാവരും ചെയ്യുന്നത് നാളെ പഠിക്കാം, അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പഠിക്കാം, എനിക്കിപ്പം ഡ്യൂട്ടി ഷിഫ്റ്റ് ഒക്കെയാണ്, നൈറ്റ് ഒക്കെയാണ്, അപ്പം നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോക്രാസ്റ്റിനേഷൻ ആണ് പലരും നടത്തിക്കൊണ്ടിരിക്കുക അല്ലെ. അതായത് ഇന്ന് വേണ്ട, എനിക്ക് ഇന്ന് പറ്റില്ല, ഇന്നത്തെ എന്റെ സാഹചര്യം അത്ര ശരിയല്ല, സാഹചര്യമൊക്കെ ശരിയായിട്ട് പഠിക്കാം. അങ്ങനെ എല്ലാ സാഹചര്യവും ശരിയായിട്ട് ഒരു സമയം നമ്മുടെ മുന്നിലേക്ക് വരില്ല കേട്ടോ. അപ്പൊ നോക്കി, ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പൊ തന്നെ ഫുൾ സിലബസ് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ആ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നിർത്താതിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് നിങ്ങൾ ഒരു 10 മിനിറ്റ് പഠിച്ചോളൂ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പഠിച്ചോളൂ, പക്ഷെ നാളെ നാളെ അതിൽ കൂടുതൽ പഠിക്കണം കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ഒരു ദിവസം പോലും ടൈം ഡിലേ വരാതെ, ഒരു ഇന്റർവെൽ എടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, പല ഡ്യൂട്ടി ഷിഫ്റ്റ് വരുന്നവരുണ്ടാവും, നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ അസുഖം ഉണ്ടാകാം. സോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഗ്യാപ്പ്
ഉണ്ടാകാം, ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് എന്താ ഒരു ബോറിംഗ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കുന്നതിന് ഓക്കെയാണ്. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ദയവ് ചെയ്ത് ബ്രേക്ക് എടുക്കരുത് കേട്ടോ. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, പിന്നെ ടൈം മാനേജ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. പിന്നെ ഫോക്കസ്ഡ് സ്റ്റഡി, അതുകൂടാതെ വർക്ക് സെഷൻസ്. അതായത് ഫോക്കസ്ഡ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഏതൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ഏരിയാസ് ഉണ്ടാകും, കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ നമ്മൾ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? ഈ 2026 ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസത്തില് എൻ്റെ കയ്യിലേക്ക് എത്രയാണ്, 1,00,000-ലധികം രൂപ ശമ്പളം എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. അതെന്ത് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്യുക, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. ആ ഒരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നെക്സ്റ്റ്, സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ, നമുക്കൊക്കെ വീഴ്ചകൾ ഉണ്ടാകാം, നമുക്കൊക്കെ തെറ്റുകൾ പറ്റാം, നമുക്ക് ഇഷ്ടമില്ലാത്ത ഏരിയാസ് ഉണ്ടാകാം, എത്രയൊക്കെ പഠിച്ചാലും നമുക്ക് മനസ്സിലാകാത്ത ഏരിയാസ് ഉണ്ടാകാം, ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, സബ്ജക്ട്സ് ഉണ്ടാകാം. അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ വീക്ക്നെസ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്. അതായത് ഇപ്പോൾ പഠനം തുടങ്ങിയെന്ന് വെച്ചിട്ട് രാത്രി ഉറക്കമൊന്നും മാറ്റി വെച്ചേക്കരുത്. ഒരു 6 to 8 hours ആണ് പ്രോപ്പറായിട്ട് നമ്മുടെ ഉറക്കം നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ 8 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഓർക്കും 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല, എന്നാൽ 2 മണിക്കൂറുടെ കിടന്ന് ഉറങ്ങാം എന്ന് ഓർത്ത് നിങ്ങൾ ഉറങ്ങണ്ട. നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവുക, നമ്മുടെ ബോഡി ഫ്രഷ് ആവുക, നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുക. ഇതാണ് നമ്മൾ ഉറക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു 7 hours ഒക്കെ, എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 7 hours ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ അത് മോർ ദാൻ ഇനഫ് ആണ് കേട്ടോ. അത്രയും നിങ്ങൾ മാക്സിമം ഉറങ്ങുക. നെക്സ്റ്റ് നോക്കിയാൽ അത് കൂടാതെ നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി നമ്മൾ എന്താണ് ഫിറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. നമുക്ക് അതായത് പല ആൾക്കാരുണ്ടാകും കേട്ടോ. ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങും, നമ്മൾ അല്ലെ പഠിച്ചു തുടങ്ങും. ഒരാൾ വന്നിട്ട് പറയാണ്, എടാ നീ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നിനക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, അതൊക്കെ ഒരുപാട് പേര് എഴുതുന്നവരല്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിരിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, എന്നെ കൊണ്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നമുക്ക് അടുത്ത് വരാൻ പോകുന്ന എക്സാമിൽ നല്ല റാങ്ക് മേടിച്ചിട്ട് അവന്റെ മുന്നിൽ നിങ്ങൾ അങ്ങനെ പ്രൂവ് ചെയ്യുക. അല്ലാതെ അവരോട് വഴക്കിടാനോ അവർ പറയുന്നത് കേട്ട് ഫീൽ ചെയ്തിട്ട് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാനോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എന്ത് വേണോ പറഞ്ഞോട്ടെ, നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകണം. അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആകണം കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ഫോക്കസ് ഓൺ ഹൈ ഈൽഡ് ഏരിയാസ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് എക്സാമിനാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഏരിയാസ്, കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഹൈ ഈൽഡ് ടോപ്പിക്സ് എല്ലാം ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അതൊന്നും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് പറയുക. ഇപ്പം മെഡ്സർജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷോക്ക്, ബേൺസ്, കാർഡിയക് എമർജൻസീസ്, ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ABG, വെന്റിലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ അത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിങ്ങളൊന്ന് നോക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. നെക്സ്റ്റ് OBG, അതിൽ നോക്കി പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സ്റ്റേജസ് ഓഫ് ലേബർ, പ്യൂർപേറിയം, ഫീറ്റൽ സർക്കുലേഷൻ, ഹൈ റിസ്ക് പ്രഗ്നൻസി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പീഡിയാട്രിക് നഴ്സിംഗിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സാധാരണ എപ്പോഴും മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. മൈൽ സ്റ്റോൺസ്, പിന്നെ പീഡിയാട്രിക് ഡിസീസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു എക്സാം ഇല്ല. നാഷണൽ പ്രോഗ്രാംസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഡമിയോളജി അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈക്കാട്രിക് നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻസ് മെക്കാനിസം, സ്കിസോഫ്രീനിയ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതുകൂടാതെ OCD, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് കിടപ്പുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ്. നഴ്സിംഗ് എഡ്യൂക്കേഷൻ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ ബ്ലൂംസ് ടാക്സോണമി, അതുകൂടാതെ സാമ്പിളിംഗ് മെത്തേഡ്സ്, റിസർച്ച് ഡിസൈൻസ്. ഈ സാമ്പിളിംഗ് മെത്തേഡ്സും റിസർച്ച് മെത്തേഡ്സും ഒന്നും ടച്ച് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല അല്ലേ. പിന്നെ ലീഡർഷിപ്പ് മാനേജ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, നഴ്സിംഗ് ഓഡിറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, കവർ ചെയ്ത് തന്നെ നിങ്ങൾ പഠനത്തിന് എക്സാമിന് വേണ്ടി പോവുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നോർസെറ്റ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു നോർസെറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയാം കേട്ടോ. അതായത് നിങ്ങളൊരു 5 വർഷത്തെ അല്ലെങ്കിൽ 5 നോർസെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി അത് അതേപടി ആ ക്വസ്റ്റ്യൻ വെറുതെ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ആ ക്വസ്റ്റ്യൻ, അതിന്റെ ഏരിയാസ്, അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ ഉറപ്പാണ്, ഞാൻ പറയുന്നത് ഉറപ്പാണ്, നിങ്ങൾക്ക് നല്ല ഒരു റാങ്ക് ലഭിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, നമുക്ക് സബ്ജക്റ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സബ്ജക്റ്റ് നല്ല ഒരു ഐഡിയ അല്ലെങ്കിൽ നോളജ് അത്യാവശ്യം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം.
എടുക്കണം. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. സോ ഇത് ആക്ച്വലി നമ്മൾ ഈ നോർസെറ്റ് പോലുള്ള എക്സാം, ഞാൻ ബാക്കിയുള്ള എക്സാമിന്റെ കാര്യമല്ല പറയാം, നോർസെറ്റ് പോലുള്ള എക്സാമിന് ഈ ഒരു സ്ട്രാറ്റജി വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ഉടനെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീക്കിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അതുകൂടാതെ വീക്കിലി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും, അതുകൂടാതെ വീക്കിലി എക്സാംസ് ഉണ്ടാകും കേട്ടോ, വീക്കിലി മോഡൽ എക്സാംസ് ഉണ്ടാകും. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നമ്മൾ ഈ ഒരാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത് നിങ്ങളെ ഈ ഒരു എക്സാം സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷന് വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അപ്പം ആ രീതിയിൽ നിങ്ങൾ നോർസെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസ് നിങ്ങൾ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓർക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ പോരെ ഒന്ന് നിങ്ങൾ ചോദിക്കും. പോരാ, നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതിലൂടെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതും നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും, നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും, നല്ല റാങ്ക് മേടിക്കാനായിട്ടും കഴിയും. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പുതുതായിട്ട് ഈ ഒരു സ്ട്രാറ്റജി കൂടെ നമുക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. സോ ഇതിൽ ഈ ഒരു സ്ട്രാറ്റജി കൂടെ നമ്മൾ ആഡ് ഔട്ട് ചെയ്യുകയാണ്. അതായത് ഒരു വീക്കിലി ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് വീക്കിലൊക്കെ നമ്മളൊരു മോഡൽ എക്സാം, വീക്കിലി ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ തരുന്നതായിരിക്കും. ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് കിട്ടുന്ന തരത്തിൽ ലൈവ് എൻ്റെ സെഷൻസ് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് ആപ്പിൽ നൽകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, ഫ്രീ ആയിട്ടുള്ള PPT നോട്ട്സ് ഉണ്ടാകും, പിന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മതി വരുവോളമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു വഴി നമ്മുടെ ആപ്പിൽ ഉണ്ടാകും. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ്, പിന്നെ മെന്റർ സപ്പോർട്ട്, പീരിയോഡിക് റിവിഷൻസ് ഉണ്ടാകും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടാകും, അനിമേറ്റഡ് ക്ലാസ്സസ് ഉണ്ടാകും. ഇതാണ് ആക്ച്വലി നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒരു കോച്ചിങ് എടുത്തിട്ട് കേട്ടോ, ഒരു കോച്ചിങ് എടുത്തിട്ട് നോർസെറ്റ് 10 എക്സാം എഴുതണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. നന്നായിട്ട് അഡ്മിഷൻ എടുത്താൽ മാത്രം പോരാ, ജോയിൻ ചെയ്താൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോർസെറ്റ് 10 ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.